C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഒപ്പിട്. ഒന്ന് പറയണോ? ശാലിനിയുടെ ജീവൻ കൊടുത്തിട്ടായാലും അർജുനേട്ടന്റെയും പ്രീതിയുടെയും കുഞ്ഞിനെ ഞാൻ സംരക്ഷിക്കും. ഇതെന്റെ വാക്കാ. കുറ്റവാളി നീ തന്നെയാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ബാക്കി നോക്കാൻ എനിക്കറിയാം. സത്യഭാമയുടെ വീടിന്റെ പടി ചവിട്ടാനെന്നല്ല, കാണാൻ കൂടി കിട്ടില്ല നിനക്ക്. വാ മോളെ. എന്താണ് സംഭവിച്ചെന്ന് പറ. വിഷ്ണുവേട്ടനായിട്ടുള്ള ഡിവോഴ്സ് പെറ്റീഷന് ശാലിനി ഒപ്പിട്ട് കൊടുത്തു. ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ട് കൊടുത്തുന്നോ? അതിന്റെ ആവശ്യം എന്തായിരുന്നു? എനിക്ക് അർജുനേട്ടനെ തന്ന വാക്ക് പാലിക്കണമായിരുന്നു. എന്ത് വില കൊടുത്തു അർജുനേട്ടന്റെയും പ്രീതിയുടെയും കുഞ്ഞിനെ രക്ഷിക്കും എന്നുള്ള വാക്ക്. അതിനുവേണ്ടി എന്റെ ജീവൻ പോലും കൊടുക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ ശാലിനി, എനിക്ക് DNA ടെസ്റ്റ് നടത്തണമെന്നുള്ള വാശിയില്ലായിരുന്നു സത്യമ്മ. ടെസ്റ്റ് നടത്തിയ ഞാൻ ഗർഭിണിയല്ലെന്ന സത്യമ്മ മനസ്സിലാക്കും. പ്രീതിയ പ്രഗ്നന്റ് എന്ന് അപ്പൊ തന്നെ സുസ്മിത സത്യാമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. പിന്നെ
അർജുനേട്ടന്റെ കുഞ്ഞിന്റെ ജീവൻ. DNA ടെസ്റ്റിന് പകരം സത്യമ്മ വെച്ച ഡിമാൻഡ് ഡിവോഴ്സ് പെറ്റീഷനിലെ ഒപ്പ്. എനിക്കത് ചെയ്യേണ്ടി വന്നു അർജുനേട്ട. അതുമല്ല, പ്രീതിക്ക് എത്രയും പെട്ടെന്ന് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ശാലിനി, വിഷ്ണുവിന്റെ കാര്യം. അതേ ഉള്ളൊരു സങ്കടം. ഈ തീക്കടൽ നീന്തുമ്പോ കൂടെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയുണ്ട്. സ്നേഹം സത്യമാണെങ്കിൽ ഒന്നിനും ഞങ്ങളെ പിരിക്കാനാവില്ല അർജുനേട്ടാ. തൽക്കാലം ആരും ഒന്നും അറിയണ്ട. ഇതൊക്കെ ഇങ്ങനെ തന്നെ തുടരട്ടെ. ഏയ്, എന്താ അർജുനേട്ടാ ഇത്? ഈ ത്യാഗത്തിന് പകരം തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല ശാലിനി. പ്രീതിയുടെ കുഞ്ഞു പിറക്കുമ്പോ ആ കവിളിൽ ആദ്യത്തെ ഉമ്മ കൊടുക്കാനുള്ള അവകാശം, അത് മാത്രം മതി എനിക്ക്. ശാലിനി, അർജുനേട്ടൻ അവരൊക്കെ എത്തും മുമ്പ് പ്രീതിയെ വീട്ടിലെത്തിക്കാൻ നോക്ക്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശാലിനി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.